ഞാൻ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും വലിയ പണി കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ഗോവ എനിക്ക്. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയിൽ നിന്ന് എനിക്കൊരു ഫുഡ് പോയിസൺ അടിച്ചു. ഇനി അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല. അത്രത്തോളം അനുഭവിച്ചു. സാധാരണഗതിയിൽ ഫുഡ് പോയിസൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഫുഡ് പോയിസൺ എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഗോവയിൽ. ഗോവയിലെത്തിയ ആദ്യ ദിവസം തന്നെയാണ് എനിക്ക് പണി കിട്ടിയത്. ഗോവയിലെ ഒരു കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചതാണ്. കഴിച്ചിട്ട് രാത്രി കുഴപ്പമില്ലായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് വിറയലും ശക്തമായിട്ടുള്ള വയറുവേദനയും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ആകെപ്പാടെ പെട്ടുതൊലച്ചു. ഇതിലും വലിയ കഷ്ടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളത്തിനായിരുന്നു. തൊണ്ട വരണ്ട് പൊട്ടിയ അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ഈ സംഭവം നടക്കുന്നത് വെളുപ്പിനെയാണ്. വെളുപ്പിനെ മറ്റ് കടകളോ കുടിക്കാനടുത്ത് വെള്ളമോ ഇല്ലാതായി പോയി ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് രാവിലെ തന്നെ ക്ലിനിക്ക് തപ്പിയിറങ്ങി. ഗോവ ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് തന്നെയായിരുന്നു ഹോസ്പിറ്റലായത്. പരിശോധനയ്ക്ക് വേണ്ടി മാത്രം 800 രൂപയോ 600 രൂപയോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് അതിനപ്പുറം. അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെയോ റൂം എത്തി. ഇനിയിപ്പം റൂമിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിൽ നിന്ന് ഇനി അടുത്ത നോർത്ത് ഗോവയിലേക്ക് പോകണം. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലായി. യാത്രക്കിടയിൽ എനിക്ക് ആദ്യമൊന്നും വലിയ പ്രശ്നം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതില്ല. പോവെ എൻ്റെ അവസ്ഥ വീണ്ടും മോശമായി. അങ്ങനെ നോർത്ത് ഗോവയിലോട്ടുള്ള യാത്ര ക്യാൻസൽ ചെയ്ത് മഡ് ഗോവയിൽ തന്നെ സ്കൂട്ടർ റെന്റിനെടുത്തത് തിരിച്ചു കൊടുത്ത് അവിടെ തന്നെ ഇരിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വയ്യാതായി. അങ്ങനെ നേരെ ക്ലിനിക്കിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ആരോഗ്യനില തീരെ മോശമാണ്. ഇപ്പം ട്രാവൽ മാക്സിമം ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. എന്നിട്ടും അതൊക്കെ അനുഭവിച്ച് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ വന്നെത്തി.